Hello friends, RJ's Physics Classes എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന നമ്മൾ സഞ്ചരിച്ച സുന്ദരമായ ഗാർഡന്റെ അടുത്ത വിങ്ങിലേക്കാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ്, റെസ്റ്റിലിരിക്കുന്ന ചാർജിന്റെ സ്റ്റഡി, ചാർജ് ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ് എന്നുള്ള ആദ്യത്തെ ഗാർഡനിലൂടെ നമ്മൾ സഞ്ചരിച്ചു. നമ്മൾക്ക് ആ കാഴ്ചകൾ കൃത്യമായിട്ട് കണ്ടു, മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ, പിന്നെ നമ്മൾ എങ്ങോട്ടാ പോയേ? കൂളംസ് ലോയിലേക്ക്. കൂളംസ് ലോന്റെ സുന്ദരമായ ലോകം അല്ലെ? കൂളംസ് ലോ, ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ്, ബാക്കി എന്തായിരുന്നു? Is directly proportional to product of their charges and inversely proportional to square of distance between them. Our favorite inverse square law. നമുക്കറിയാം, പ്രശ്നമൊന്നുമില്ല. അതിൽ പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞൊരു ഏരിയ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു, അതും മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കണം. പിന്നെ നമ്മൾ ന്യൂമറിക്കൽ പ്രോബ്ലംസ് എന്നുള്ള ഏരിയയിലൂടെയാണ് സഞ്ചരിച്ചത്. ആ ന്യൂമറിക്കൽ പ്രോബ്ലംസ് കഴിഞ്ഞതിന് ശേഷം അടുത്ത സുന്ദരമായ സാമ്രാജ്യത്തിലേക്ക്, അല്ലെങ്കിൽ അടുത്ത അതിമനോഹരമായ സാമ്രാജ്യത്തിലേക്ക് നമ്മുടെ സ്കാനിയ ബസ് സഞ്ചരിക്കുകയാണ്, നിങ്ങളോടൊപ്പം ഞാനും. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇലക്ട്രോസ്റ്റാറ്റിക്സ് പാർട്ട് 4. ഓക്കെ, ഇതില് നമുക്ക് വരുന്നത് ഇലക്ട്രിക് ഫീൽഡ്സ്, പിന്നുള്ളത് ഇലക്ട്രിക് ഡൈപോൾ ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. ഇതാണ് നമുക്ക് ഈ ടോപ്പിക്കിൽ പറയാനുള്ളത്. ഇലക്ട്രിക് ഫീൽഡ്, ഇലക്ട്രിക് ഡൈപോൾ ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. റെഡി ആണല്ലോ? യാത്രയ്ക്ക് എല്ലാവരും തയ്യാറായി? കാഴ്ചകൾ കാണാനുള്ള മനസ്സുമായി നിങ്ങൾ എത്തിച്ചേർന്നു എന്ന് പ്രതീക്ഷിക്കണം. എന്റെ കണ്ടീഷൻസ് മറക്കരുത്. നോട്ട്ബുക്കും പെന്നും ഉണ്ടായിരിക്കണം. ഓരോ ടോപ്പിക്കും പറയുമ്പോൾ അതിന്റെ നോട്ട് എഴുതിയെടുക്കണം. പ്രോബ്ലംസ് കൃത്യമായിട്ട് എഴുതിയെടുക്കണം. അസൈൻമെന്റുകൾ ചെയ്യണം. പറഞ്ഞപ്പോഴാ ആലോചിച്ചേ, നമ്മൾ അസൈൻമെന്റ് ചെയ്തിട്ടില്ല തോന്നുന്നു. പാർട്ട് 2വിന്റെ അസൈൻമെന്റ് പെൻഡിങ്ങിലാണ്. ആണോ? ഓക്കെ, പാർട്ട് 2വിൽ നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾ ഒരിക്കൽ കൂടെ പറയാം. എപ്സിലോണിന്റെ ഡയമെൻഷൻ. സോ പാർട്ട് 2 എന്ന വിങ്ങിലെ ആദ്യത്തെ അസൈൻമെന്റ് ഇതായിരുന്നു, എപ്സിലോണിന്റെ ഡയമെൻഷൻ. ഓക്കെ, എപ്സിലോണിന്റെ യൂണിറ്റ് നമുക്കറിയാലോ. എന്തായിരുന്നു എപ്സിലോണിന്റെ യൂണിറ്റ്? കൂളം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. ഇതറിയണ കുട്ടിക്ക് ഡയമെൻഷൻ സിമ്പിൾ ആണ്. ആണോ? ആണല്ലോ, ഒരു സംശയമില്ല. ഇതിന്റെ ഡയമെൻഷൻ ഈസി ആയിട്ട് കിട്ടും. ചാർജിന്റെ, കൂളം ചാർജ് ആണല്ലോ, ചാർജിന്റെ ഡയമെൻഷൻ നമുക്കറിയാം 80. ദെൻ ന്യൂട്ടൺ എന്നുള്ളതിന്റെ ഡയമെൻഷൻ നമുക്കറിയാം. എന്തായിരുന്നു ന്യൂട്ടന്റെ ഡയമെൻഷൻ? ന്യൂട്ടന്റെ ഡയമെൻഷൻ വരിക എന്തായിരുന്നു? mL(T⁻²). ഓക്കെ, മീറ്റർ എന്നുള്ളത് എന്തിന്റെയാണ്? ലെങ്ത്. ഇത്രയും ക്വാണ്ടിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? അറിയാം സർ, ഞങ്ങൾക്ക് കിട്ടും, ഒരു സംശയമില്ല. എന്തായിരിക്കും എപ്സിലോണിന്റെ ഡയമെൻഷൻ? എപ്സിലോണിന്റെ ഡയമെൻഷൻ വരിക കൂളം സ്ക്വയർ A²T² ഡിവൈഡഡ് ബൈ ന്യൂട്ടൺ mL(T⁻²). then മീറ്റർ സ്ക്വയർ L². ഓക്കെ, ഈ m മുകളിലേക്ക് പോകുമ്പോ m⁻⁻1, L(L²), L³ അത് മുകളിലേക്ക് പോകുമ്പോ L⁻⁻3. ഇവിടെ T⁻² അല്ലേ? ആ T⁻² മുകളിലേക്ക് പോകുമ്പോ എന്തായിട്ടാ മാറുക? T⁻². ഇവിടെ ഓൾറെഡി T⁻² ഉണ്ട്, T⁻4 A². This is the dimension of epsilon. So ഇലക്ട്രോസ്റ്റാറ്റിക്സ് പാർട്ട് 2വിലെ ഫസ്റ്റ് അസൈൻമെന്റിന്റെ ആൻസർ ആണ് ഞാൻ പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും, എങ്കിലും വെറുതെ പറഞ്ഞു എന്ന് മാത്രം. ഐഡിയ ക്ലിയർ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? ഇഫ് Q1 plus Q2 equal to 0, the force in the system is dash. If Q1 plus Q2 equal to 0, എന്തായിരിക്കും ആ കണ്ടീഷൻ തരാനുള്ള കാരണം? നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. രണ്ട് ചാർജുകൾ കൂട്ടുമ്പോ എപ്പോഴാ 0 കിട്ടുക? ഒന്ന് പ്ലസും അടുത്തത് മൈനസും ആവുമ്പോഴല്ലേ? അത് രണ്ടും ഈക്വൽ ആവുമ്പോഴാണ് നമുക്ക് ആൻസർ കിട്ടുക. സോ വൺ ഈസ് പോസിറ്റീവ്, അനദർ വൺ ഈസ് നെഗറ്റീവ്. സോ ദ ഫോഴ്സ് വിൽ ബി അട്രാക്റ്റീവ്. സംശയമില്ലല്ലോ, ദ ഫോഴ്സ് ഈസ് അട്രാക്റ്റീവ്.
then Q1 minus Q2 equal to 0. ഇത് ഏത് സമയത്താ കിട്ടുക? രണ്ടും ഈക്വൽ ആയിരിക്കണം, രണ്ടും സെയിം സിമ്പിൾ ആയിരിക്കണം. ഒന്ന് പ്ലസ് ആണെങ്കിൽ അടുത്തതും പ്ലസ് ആണ്. ഓക്കെ, സോ ഇത് പ്ലസ് ഇതും പ്ലസ്, അങ്ങനെ വരുമ്പോ അതിന്റെ ആൻസർ 0 വരും. സോ ദ ഫോഴ്സ് വിൽ ബി റിപ്പൾസീവ്. നമുക്കറിയാം ഒരേ ടൈപ്പ് ചാർജ് ആണെങ്കിൽ അവർക്കിടയിലുള്ള ഫോഴ്സ് എന്ത് ഫോഴ്സ് ആണ്? റിപ്പൾസീവ് ഫോഴ്സ് ആണ്. വല്ലതും മനസ്സിലായോ? ആയി സർ, കുഴപ്പമൊന്നുമില്ല, ഫൈൻ, നല്ല കാര്യം. ഒന്ന് പ്ലസ് അടുത്തത് മൈനസ്, ദ ഫോഴ്സ് ഈസ് അട്രാക്റ്റീവ്. ഒന്ന് പ്ലസ് അടുത്തതും പ്ലസ്, ദ ഫോഴ്സ് വിൽ ബി റിപ്പൾസീവ്. സോ രണ്ടാമത്തെ അസൈൻമെന്റും കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടാവുമല്ലോ, സംശയമൊന്നുമില്ലല്ലോ പറഞ്ഞേ. ഓക്കെ, ഫൈൻ. ഇനി മൂന്നാമത്തെ, there are two charges Q1 and Q2. The force between them is F. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇതല്ല, അതിന്റെ തുടക്കം. രണ്ട് ചാർജുകൾ separated by a distance are, the force between them is F and they are placed in air. If the charges are doubled and the distance between them is also doubled, then what is a new force? വളരെ സിമ്പിൾ ആണ് ക്വസ്റ്റ്യൻ ചെയ്യാൻ. എഫിന്റെ ഇക്വേഷൻ എഴുതാം ആദ്യം. F is equal to K into Q1 Q2 divided by R square. ന്യൂ ഫോഴ്സിനെ F1 എഴുതാം K into 2Q1 into 2Q2 divided by 2R whole square എന്ന് പറഞ്ഞ 4R square. സർ ഇതെങ്ങനെ വന്നേ? വെരി സിമ്പിൾ. Q1 എന്നുള്ളത് 2Q1 ആയി, Q2 എന്നുള്ളത് 2Q2 വന്നു. സോ K into 2Q1 into 2Q2 divided by 4R square. ഓക്കെ, ഈ 2 2 4 ക്യാൻസൽ ആയി പോവും. നമുക്ക് തിരിച്ചും തന്നെയാണ് കിട്ടുക Q1 Q2 divided by R square. ഇത് Fn അല്ലേ? So answer is F1 equal to F, or new force is equal to initial force. ഇനി കൂളംസ് ലോയിലെ രണ്ട് ചാർജ് വരുന്ന ഒരു കേസ് ആണ് ഞാനിപ്പോ പറഞ്ഞത്. മൂന്ന് ചാർജ് വരുന്ന ഒരു കേസ് ഉണ്ടെങ്കിലോ, ഒന്നാമത്തെ ചാർജ് Q1, രണ്ടാമത്തെ ചാർജ് Q2, മൂന്നാമത്തെ ചാർജ് Q3. ഞാൻ ഡിസ്റ്റൻസ് എടുക്കുകയാണ്. ഇവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് R12, ഇവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് R13. ഓക്കെ, സോ ഫോഴ്സിന്റെ ഇക്വേഷൻ F is equal to 1 by 4 pi epsilon 0 ഞാൻ പുറത്തെടുക്കുകയാണ്. Q1 Q2 F1 ആണ് by R12 square plus Q1 Q3 by R13 square. എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. മൂന്ന് ചാർജ് ഉള്ള ഒരു സിസ്റ്റം, Q1 എന്ന് പറഞ്ഞ ചാർജിന്റെ മുകളിൽ ആക്ട് ചെയ്യണ ടോട്ടൽ ഫോഴ്സ് എത്ര എന്നാണ് കണ്ടുപിടിച്ചത്. Q1 ന്റെ മുകളിൽ Q2 ഫോഴ്സ് ആക്ട് ചെയ്യും, Q3 ഫോഴ്സ് ആക്ട് ചെയ്യും. അതിന്റെ ആൻസർ ആണല്ലോ ഈ വന്നിട്ടുണ്ടാവുക. എങ്ങട്ടാണ് വണ്ടി ഓടിച്ച് പോണെന്ന് എല്ലാ ഐഡിയയും കിട്ടിയോ? വളരെ ഈസിയാണ്. മൂന്ന് ചാർജ് ഉണ്ടെങ്കിൽ ഇങ്ങനെയാണ്. നാലാമത്തെ ഒരു ചാർജും കൂടെ ഉണ്ടെങ്കിലോ, ഈ ഡിസ്റ്റൻസിന് പേരെന്താവും? ഒന്നും രണ്ടും R12, ഒന്നും മൂന്നും R13. അപ്പൊ ഒന്നും നാലും എന്ന് പറയുമ്പോ R14. അപ്പൊ ഇതിന്റെ കൂടെ Q1 Q4 divided by R14. മനസ്സിലായി സർ? അപ്പൊ അഞ്ചാമത്തെ ചാർജ് ഉണ്ടെങ്കിൽ Q1 Q5 by R15 square. ആറാമത്തെ ചാർജ് ഉണ്ടെങ്കിൽ Q1 Q6 by R16 square. അങ്ങനെ n ചാർജുകൾ ഉണ്ടെങ്കിൽ Q1 Qn divided by R1n square. ഓക്കെ, അതിനെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? F1 equal to 1 by 4 pi epsilon 0 sigma I equal to 1 to n, അല്ല 2 to n, Q1 Qi divided by R1I square. ഇതാണ് ഫോഴ്സ് ഓൺ എ ചാർജ് ഡ്യൂ ടു ഓൾ അതർ ചാർജസ്. ഈ പ്രിൻസിപ്പിളിനെ നമ്മൾ ഒരു പേര് വിളിക്കാറുണ്ട്. ഇറ്റ് ഈസ് കോൾഡ് സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ. അതൊരു രസമുള്ള പ്രിൻസിപ്പിളാണ്. സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ. സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ എപ്പോഴും പറയാൻ ഏറ്റവും സിമ്പിൾ വേർഷൻ എന്താ ചോദിച്ചാൽ, ഓക്കെ ഇവിടെ വരയ്ക്കാം. 25 ആള് കൂടിയിട്ട് ഒരു പാറക്കല്ല് തള്ളി നീക്കണം. 25 ആള് കൂടിയിട്ട് വലിയൊരു പാറക്കല്ല് തള്ളി നീക്കണു.
ഈ പാറക്കല്ലിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എത്രയെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദി വെക്റ്റർ സം ഓഫ് ഇൻഡിവിജ്വൽ ഫോഴ്സ് ആണ്. If there are a large number of forces acting on a system, the total force will be vector sum of individual forces. ഇതിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുക? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് വിളിക്കാം. ഒരു സിസ്റ്റത്തിൽ കുറെ ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ടോട്ടൽ ഫോഴ്സ് വിൽ ബി വെക്റ്റർ സം ഓഫ് ഇൻഡിവിജ്വൽ ഫോഴ്സസ്. ഐഡിയ ക്ലിയർ? സംശയമൊന്നുമില്ലല്ലോ? ഓക്കെ, അതെന്തിനാ ഈ വെക്റ്റർ സം എന്നൊക്കെ പറഞ്ഞേ? 24 ആളും ഇങ്ങനെയാണ് തള്ളിയത്, 25ാമത്തെ ആളും ഇങ്ങനെ തന്നെയാണ് തള്ളിയതെങ്കിൽ ടോട്ടൽ ഫോഴ്സ് കാണാൻ 25 ഫോഴ്സ് കൂട്ടല്ലേ ചെയ്യാ. 24 ആള് ഇങ്ങനെ തള്ളുന്നു, 25ാമത്തെ ആള് ഇങ്ങനെയാണ് തള്ളണതെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? ടോട്ടൽ ഫോഴ്സ് കിട്ടാൻ നമ്മൾ ചെയ്യാം 24 ആളുടെ ഫോഴ്സിൽ നിന്ന് ഈ ഫോഴ്സ് മൈനസ് ചെയ്യും. 23 ആൾ ഇങ്ങനെ തള്ളുന്നു, 2 ആൾ ഇങ്ങനെ തള്ളുകയാണെങ്കിൽ 23 ആളുടെ ഫോഴ്സ് നിന്ന് 2 ആളുടെ ഫോഴ്സ് മൈനസ് ചെയ്യും. ലോജിക് ക്ലിയർ അല്ലേ? സോ ഐഡിയ വളരെ സിമ്പിൾ ആണ്. ഇഫ് ദർ ആർ എ ലാർജ് നമ്പർ ഓഫ് ഫോഴ്സസ് പ്രസന്റ് ഇൻ എ സിസ്റ്റം, ടോട്ടൽ ഫോഴ്സ് വിൽ ബി വെക്റ്റർ സം ഓഫ് ഇൻഡിവിജ്വൽ ഫോഴ്സസ്. മനസ്സിലായി സർ? അതിലൊരു എക്സ്ട്രാ ഐഡിയയും കൂടി സൂപ്പർ പൊസിഷൻ പറഞ്ഞു തരുന്നുണ്ട്. ആ ലോജിക് എന്താന്ന് ചോദിച്ചാൽ if there are a large number of forces present in a system, ഇവരുടെയുള്ള ഫോഴ്സ് F12, ഇവരുടെയുള്ള ഫോഴ്സ് F13, ഇവരുടെയുള്ള ഫോഴ്സ് F14, അങ്ങനെ പോവാണ്. If there are a large number of forces present in a system, the force between two charges is completely unaffected by presence of all other forces or all other charges. Now ഈ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് മറ്റ് ചാർജുകളുടെ പ്രസൻസുമായിട്ട് ഒരു ബന്ധമില്ല. ഐഡിയ ക്ലിയർ അല്ലേ? ഇനി അതിന് നമ്മളെ നാട്ടിലൊരു എക്സാമ്പിൾ പറയാം. നമ്മളൊരാൾക്ക് പൈസ കടം കൊടുത്തു, നമ്മളൊരാൾക്ക് കുറച്ച് പൈസ കടം കൊടുത്തു. ആ കടം കൊടുത്ത പൈസ നമ്മൾ തിരിച്ചു വാങ്ങാൻ വേണ്ടി ചോദിക്കുമ്പോൾ ഈ കടം വാങ്ങിയ വ്യക്തി നമ്മളോട് ഒരു ഡയലോഗ് പറയാണ്, ഞാൻ കുറെ ആളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ട്, അവർക്ക് ആർക്കും കൊടുക്കാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് നിങ്ങളെ പൈസ തിരിച്ചു തരാൻ ബുദ്ധിമുട്ടാണ്. ഈ സംഭവം പറഞ്ഞാൽ നമ്മൾ നോർമൽ ലാംഗ്വേജിൽ അയാളോട് പറഞ്ഞൊരു മറുപടി ഉണ്ട്, നീ ആരെ കയ്യിൽ നിന്നൊക്കെ പൈസ വാങ്ങിയിട്ടുണ്ടോ അതെന്റെ വിഷയമല്ല, എനിക്ക് തരാനുള്ള പൈസ എപ്പോ തരും. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഒരാൾക്ക് കൊടുത്ത പൈസ തിരിച്ചു തരേണ്ടത് അയാൾ ആർക്കൊക്കെ ആരുടെ കയ്യിൽ നിന്നൊക്കെ കടം വാങ്ങിയിട്ടുണ്ടോ അതുമായിട്ട് ഒരു ബന്ധമില്ല, അത് നമ്മളും അയാളും മാത്രമുള്ള ഡീലിംഗ് ആണ്. അതേപോലെ ഇവര് തമ്മിൽ ഫോഴ്സ് കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഫോഴ്സ് ആരെ മാത്രമേ ബാധിക്കുള്ളൂ? ഈ രണ്ട് ചാർജുകളെ മാത്രം. മറ്റ് ചാർജുകളുടെ കടങ്ങളൊന്നും തൽക്കാലം ആ ഫോഴ്സിനെ ബാധിക്കില്ല. സൂപ്പർ പൊസിഷൻ ഐഡിയ കൃത്യമായിട്ട് മനസ്സിലായോ? ഒരു സിസ്റ്റത്തിൽ ഒരുപാട് ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ force on a charge due to other charges is the vector sum of individual forces now. Okay, so അതിന്റെ വെക്ടർ സം എടുക്കുക, എല്ലാറ്റിലും 1/4πε0 ഉണ്ട്, അത് പുറത്തെടുക്കാം, ബാക്കി ഇങ്ങനെ കിട്ടും. n പാർട്ടിക്കിൾ സിസ്റ്റം ആണെങ്കിൽ നമുക്ക് അതിനെ ഇങ്ങനെ എഴുതാം. ഈ സിഗ്മ എന്ന് എഴുതേണ്ട ഉദ്ദേശം മനസ്സിലായോ? I എന്ന് കാണുന്നതിന് ആദ്യം 2 എന്ന് കൊടുക്കുക, ഇത് കിട്ടില്ല നോക്കുക, ഇവിടെ 2 ഇവിടെയും 2. ഓക്കെ, പിന്നെ I എന്നുള്ളതിന് 3 കൊടുക്കുക, പിന്നെ I എന്നുള്ളതിന് 4 കൊടുക്കുക, പിന്നെ I എന്നുള്ളതിന് 5 കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോ യു വിൽ ഗെറ്റ് എ ടോട്ടൽ ഫോഴ്സ്. അപ്പോ ഒരു സിസ്റ്റത്തിൽ കുറെ ചാർജുകൾ ഉണ്ട്. ഈ ചാർജുകളുടെ ടോട്ടൽ ഫോഴ്സ് കാണാനാണ് നിങ്ങളോട് ചോദിച്ചതെങ്കിൽ ഈ പറഞ്ഞ മെത്തേഡ് തന്നെ പോരെ, അതിന് സംശയമൊന്നുമില്ലല്ലോ. ഐഡിയ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. ഈ പറഞ്ഞത് വരെയുള്ള ടോപ്പിക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കണത്. ഓക്കെ, സോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കയറാം. അതിന്റെ മുന്നേ കൂളംസ് ലോന്റെ ഒരു എക്സ്റ്റൻഷൻ ഞാൻ അവിടെ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് പറഞ്ഞത് ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഇതൊരു രസമുള്ള ടോപ്പിക്കാണ്. എന്താ ഈ ഫീൽഡ് എന്ന് പറഞ്ഞ?
നമുക്കറിയാം ക്രിക്കറ്റ് ഫീൽഡ്, ഫിലിം ഫീൽഡ്, ഓയിൽ ഫീൽഡ്, അങ്ങനെ കുറെ ഫീൽഡുകളുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യണ സ്പേസിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുക? ഫീൽഡ് എന്ന് വിളിക്കുക. ഒരാളുടെ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യണ ഏരിയ അല്ലെങ്കിൽ സ്പേസ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫീൽഡ് എന്ന് വിളിക്കുക. നമുക്കറിയാം നമുക്കൊക്കെ ഒരു ഫീൽഡ് ഉണ്ട് അല്ലെ? നമ്മൾ വീട്ടിൽ ബിഹേവ് ചെയ്യണ സ്റ്റൈലിലാണോ സ്കൂൾ ക്ലാസ് റൂമിൽ ബിഹേവ് ചെയ്യുക? അല്ല, വ്യത്യാസമുണ്ട്. കാരണം അത്രയും ഫീൽഡ് നമുക്ക് അവിടെ ഇല്ല എന്നുള്ളതുകൊണ്ടാണ്. ഓക്കെ, സോ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വെരി സിമ്പിൾ. ഇറ്റ് ഈസ് എ സ്പേസ് അറൌണ്ട് എ ചാർജ് വേർ ഇറ്റ്സ് ഇലക്ട്രിക് ഫോഴ്സ് ക്യാൻ ബി എക്സ്പീരിയൻസ്ഡ്. ഒരു ചാർജിന് ചുറ്റും അതിന്റെ ഇലക്ട്രിക് ഫോഴ്സ് അനുഭവപ്പെടുന്ന സ്പേസ്, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ്. ഒരു ചാർജിന് ചുറ്റും അതിന്റെ ഇലക്ട്രിക് ഫോഴ്സ് അനുഭവപ്പെടുന്ന സ്പേസിനെയാണ് എന്ത് വിളിക്കുക? ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിളിക്കുക. ഓക്കെ, നമ്മൾ കൺസിഡർ ചെയ്യണ ചാർജിനെ നമ്മൾ സോഴ്സ് ചാർജ് എന്നാണ് വിളിക്കുക. ഈ ചാർജിനെ വിളിക്കണ പേര് സോഴ്സ് ചാർജ് എന്നാണ്. ഇനി ഇതിന്റെ ഫോഴ്സ് ഉണ്ടോന്ന് അറിയണ്ടേ? അതിനു വേണ്ടി വെക്കണ ചാർജിനെ വിളിക്കണ പേരാണ് ടെസ്റ്റ് ചാർജ്. അതിനെ നമ്മൾ വിളിക്കുക ടെസ്റ്റ് ചാർജ് എന്നാണ്. അതിനൊരു കണ്ടീഷൻ പറയാറുണ്ട്. ഇറ്റ് വിൽ നോട്ട് അഫക്ട് ദ സോഴ്സ് ചാർജ് എന്നുള്ളതാണ്. ഓക്കെ, ഓർ the field due to test charge will not affect the field due to source charge. എന്ന് പറഞ്ഞാൽ വളരെ വളരെ ചെറുത്, അതേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഓക്കെ, സോ ഈ ചാർജിന്റെ ഫീൽഡിനെ ഒരിക്കലും അഫക്ട് ചെയ്യാത്തതായിരിക്കണം ഏത്? ടെസ്റ്റ് ചാർജ്. കാരണം നമ്മൾ ടെസ്റ്റർ വെച്ച് നോക്കല്ലേ. ഓക്കെ, ഇനി ഫീൽഡിനും നമുക്ക് ഈസി ആയിട്ട് ആൻസർ പറയാം. എങ്ങനെ? ഇപ്പൊ നമ്മളെ സ്കൂളിലത്തെ ഒരു ക്ലാസ് റൂമില് ഒരു സാറ് ഇരിക്കുകയാണ്. ആ സാറ് ഇരിക്കുമ്പോ ചിലപ്പോ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ കുറെ സൗണ്ട് ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് പോണതെങ്കിൽ ആ സാറിന്റെ ഒരു വ്യൂ ഏരിയയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നല്ല ഡീസന്റ് ആയിട്ടാണ് നടന്നു പോവാം. ആ സാറിന്റെ ഫീൽഡ് ഓഫ് വ്യൂവിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് നമ്മൾ പഴയ രീതിയിലാണ് നടക്കുക. അതെന്താ അത്ര ദൂരം നമ്മൾ അങ്ങനെ വളരെ ഡീസന്റ് ആയിട്ട് നടന്നേ? അത് ആ സാറിന്റെ ഫീൽഡാണ്. അതുകൊണ്ടാണല്ലോ അല്ലെ? ചില സമയങ്ങളിലൊക്കെ ചില ടീച്ചേഴ്സിനെ കാണുമ്പോൾ അത് പേടിയോണ്ടല്ലോ കേട്ടോ, ബഹുമാനം കൊണ്ടും വരാം അല്ലെ. നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സാറാണെങ്കിൽ ആ സാറിന്റെ മുന്നിൽ കൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മൾ വളരെ ഡീസന്റ് ആയിട്ടാണ് നടന്നു പോവാം. ഓക്കെ, അത് അദ്ദേഹത്തിന്റെ ഫീൽഡാണ്. സോ ആ ഫീൽഡിൽ നമ്മൾ ഡീസന്റ് ആയിട്ട് നടന്നു പോയി. അത്രയും വരെ അദ്ദേഹത്തിന്റെ ഫോഴ്സ് അനുഭവപ്പെട്ടു. പറഞ്ഞ ഐഡിയ കിട്ടിയില്ലേ? സോ സാറ് സോഴ്സ് ചാർജ് ആണ്, നമ്മള് ടെസ്റ്റ് ചാർജ് ആണ്. അപ്പൊ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ചിലപ്പോൾ സാറിനെ കാണുമ്പോൾ ഹായ് സാർ, ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ പോവാ. കാരണം സാറിന്റെ ഫീൽഡ് കൊണ്ടാണ്. ചിലപ്പോ ആ സ്കൂളിലത്തെ പ്രിൻസിപ്പാൾ വന്നാൽ അപ്പൊ ഈ സാർ എന്ത് ചെയ്യും? നീറ്റ് അടുത്തേക്ക് ചെന്നു എന്ന് വരും, ഗുഡ് മോർണിംഗ് സാർ എന്ന് പറഞ്ഞിട്ട്. അതിന്റെ കാരണം വെരി സിമ്പിൾ. അപ്പൊ ടെസ്റ്റ് ചാർജ് ആരാണ്? നമ്മളെ സാറാണ്. സോഴ്സ് ചാർജ് ആരായിട്ട് മാറി? പ്രിൻസിപ്പാൾ ആയിട്ട് മാറി. സോ പ്രിൻസിപ്പാളിന്റെ എഫക്ട് വന്നപ്പോ സോഴ്സ് ചാർജിന് ചേഞ്ച് വന്നു. അപ്പൊ നമ്മൾ അതിനെ പ്രിൻസിപ്പാളിനെ ടെസ്റ്റ് ചാർജ് എന്ന് വിളിക്കില്ല, അത് സോഴ്സ് ചാർജ് ആണ്. പകരം നമ്മളെ സാർ എന്തായിട്ട് മാറി? ടെസ്റ്റ് ചാർജ് ആയിട്ട് മാറി. ഐഡിയ ക്ലിയർ അല്ലേ? സോ ഒരു ഫോഴ്സ് അനുഭവപ്പെടുന്ന ഏരിയ, ആ ഏരിയനെ നമ്മൾ എന്ത് വിളിക്കുക? ഫീൽഡ് എന്ന് വിളിക്കാം. ഐഡിയ വളരെ ക്ലിയർ ആണല്ലോ. ഓക്കെ, ഒരു ചാർജിന് ചുറ്റും അതിന്റെ ഫോഴ്സ് അനുഭവപ്പെടുന്ന ഏരിയനെ നമ്മൾ എന്ത് പേരിട്ട് വിളിച്ചേ? ഫീൽഡ് എന്ന് വിളിച്ചേ. കൃത്യമായിട്ട് മനസ്സിലായില്ലേ? പ്രശ്നമൊന്നുമില്ല എന്ന് പ്രതീക്ഷിക്കണം. ഇനി അങ്ങനെ ഒരു കേസ് പറഞ്ഞാലേ ചിലപ്പോ നമുക്ക് അങ്ങനെ ഐഡിയ കിട്ടില്ല. അടുത്ത ഒരു ചോദ്യം വരുന്നുണ്ട്, എന്തിനാ ഈ ഫീൽഡ്? ഫോഴ്സ് പോരെ? അവിടുത്തെ ഒരു പ്രശ്നം എന്താ ചോദിച്ചാൽ, ഈ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഏരിയയാണ്. ഫോഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യണത് പോയിന്റ് ടു പോയിന്റ് ആണ്. ഓക്കെ, ഒരു പോയിന്റ് നിന്ന് മറ്റൊരു പോയിന്റ് വരെ മാത്രമാണ് ഫോഴ്സ് കൺസിഡർ ചെയ്യണമെങ്കിൽ ഫീൽഡ് ഇസ് എ വൈഡ് ഏരിയ. ചിലപ്പോൾ നമുക്ക് ഈ വൈഡ് ഏരിയ മതിയാവും. നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്കിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഫീൽഡ് ഇല്ലെങ്കിലും നമുക്ക് രക്ഷപ്പെടാം, പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് കഴിഞ്ഞിട്ട് ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറഞ്ഞ വിങ് വരുമ്പോൾ അതിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ സെൻഡ് ചെയ്യുക സ്പേസിലേക്കാണ്. ചിലപ്പോ നമുക്കറിയാലോ, നമ്മുടെ TV സിഗ്നലൊക്കെ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് സഞ്ചരിച്ചിട്ടല്ലേ നമ്മളെ ആന്റിനയിൽ എത്തണത്. ഇത്രയും ദൂരം ഓരോ പോയിന്റും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇമ്പോർട്ടൻസ് ഉണ്ട്. പറഞ്ഞ ഐഡിയ ക്ലിയർ അല്ലേ? ഇനി ഒരു പോയിന്റത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ, അതിനെ നമ്മൾ വിളിക്കണ പേരാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. അതിനെ വിളിക്കണ പേര് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി.
ഈ ഇന്റൻസിറ്റി എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? ഞങ്ങൾക്കറിയാം സർ, തീവ്രത. അതന്നെ. ഈ തീവ്രത എന്താ? ഒന്നുമില്ല, അതിന്റെ വാല്യൂ, അത്രേ ഉള്ളൂ. ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എത്രയാണോ അതിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുക? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ, അതിനെ വിളിക്കണ പേരാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. സോ നമ്മളുടെ സോഴ്സ് ചാർജ്, ഇതിൽ നിന്ന് r ഡിസ്റ്റൻസിലായിട്ട് നമ്മൾ ഒരു പോയിന്റ് സെലക്ട് ചെയ്തു. ഈ പോയിന്റിനെ വിളിക്കണ പേര് P എന്നാണ്. ഓക്കെ, ഒരു സോഴ്സ് ചാർജ്, ചാർജിൽ നിന്നും r ഡിസ്റ്റൻസിലായിട്ട് നമ്മൾ ഒരു പോയിന്റ് സെലക്ട് ചെയ്തു. ആ പോയിന്റിനെ P എന്ന് മാർക്ക് ചെയ്തു. P എന്ന് മാർക്ക് ചെയ്തതിന്റെ ഉദ്ദേശം മനസ്സിലായില്ലേ? അവിടുത്തെ ഫീൽഡാ കണ്ടുപിടിക്കണ്ടേ. ആ പോയിന്റത്തെ ഫീൽഡ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അങ്ങനെ കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ നമ്മൾ ഒരു ടെസ്റ്റ് ചാർജ് കൊണ്ടേ വെക്കും. അതിനെ നമ്മൾ 1 എന്നാണ് വിളിക്കുക. അതൊരു കൂളം അല്ലാട്ടോ. ഒരു കൂളം വലിയൊരു ചാർജ് ആണ്. ഓക്കെ, പകരം ടെസ്റ്റ് ചാർജ്, ഇറ്റ് മേ ബി 1 മില്ലി കൂളം, 1 മൈക്രോ കൂളം, 1 നാനോ കൂളം, 1 എന്നായിരിക്കും സംഖ്യ. ഇതിനെ അഫക്ട് ചെയ്യാത്ത 1 വാല്യൂ ഉള്ള ഏതോ ചാർജ്, അത് എന്തോ ആവാം. 1 കൂളം ആക്കണ്ട, അതാ നല്ലത്. ഓക്കെ, സോ ഇനി ഇയാളെ നിങ്ങൾക്ക് 1 കൂളം ആക്കാം. എങ്ങനെ? ഇത് 1 മില്യൺ കൂളൊക്കെ ആണെങ്കിൽ അതിന്റെ റേഞ്ച് ചിലപ്പോൾ വല്ലാണ്ട് മാറിപ്പോവും. അതുകൊണ്ട് അവിടേക്ക് നമ്മൾ തൽക്കാലം പോണ്ട. ഓക്കെ, സോ ഇത് ഒരു ടെസ്റ്റ് ചാർജ് 1. ഈ ടെസ്റ്റ് ചാർജ് മുമ്പിൽ എത്ര ഫോഴ്സ് ആക്ട് ചെയ്യോ അതിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുക? ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ്, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി, അതും അല്ലെങ്കിൽ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. എന്തൊക്കെയോ പറയണോ? അല്ല, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്നുള്ളത് തിരിച്ചു പറഞ്ഞതല്ലേ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, സോ ഇവിടെ Q എന്ന് പറഞ്ഞ ചാർജ്, ഇവിടെ 1 എന്ന് പറഞ്ഞ ചാർജ്. Okay, so electric field intensity is a force acting on a unit positive charge. Q ചാർജ് മുമ്പിലുള്ള ഫോഴ്സ് ആണ് F. അപ്പോ ഒരു ചാർജ് മുമ്പിലുള്ള ഫോഴ്സിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? ഇറ്റ് മസ്റ്റ് ബി F by Q. ഇതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ. സംശയമില്ലല്ലോ. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കണം. ഇനി ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്കറിയാലോ, 1/4 pi epsilon 0 വായുവിലാണെങ്കിൽ Q by R square. 1, 2 വെറുതെ ഇട്ടെടുത്തതല്ലേ? 2 ചാർജ് ഉള്ളതുകൊണ്ട് മാത്രം നമ്മൾ ഇട്ടെടുത്തതാണ് 1, 2. ഓക്കെ, സോ ഫോഴ്സ് ബൈ ചാർജ്. അപ്പോ ഈ Q എന്നുള്ള ക്വാണ്ടിറ്റി ക്യാൻസൽ ആയി പോകും. അപ്പൊ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിന്റെ ആൻസർ കിട്ടും ഈക്വൽ ടു 1/4 pi epsilon 0 Q divided by R square. ഇതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ. ഐഡിയ ക്ലിയർ അല്ലേ? ഇനി E എന്ന് പറഞ്ഞ F by Q ആണ്. അപ്പൊ നമുക്ക് പുതിയൊരു ഇക്വേഷൻ കിട്ടും, F is equal to QE. ഒരു ഇലക്ട്രിക് ഫീൽഡില് നമ്മൾ Q എന്നുള്ള ചാർജ് കൊണ്ടുപോയി വെച്ചാൽ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഐഡിയ ചാർജിനെ ഫീൽഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. വേറൊരു രീതിയിലും പറയാം, ഒരു ചാർജിന്റെ മുകളിൽ E, അപ്പൊ Q ചാർജിന്റെ മുകളിലോ ഒരു ആപ്പിളിന് 20 രൂപ, അപ്പൊ 3 ആപ്പിളിന് 3 × 20. ഒരു ചാർജിന് E, അപ്പൊ Q ചാർജിന് QE. സോ ദ ഫോഴ്സ് ഈസ് F is equal to QE. Got it? കൃത്യമായിട്ട് മനസ്സിലായോ ഫീൽഡ് എന്താന്നുള്ളത്? സംശയമൊന്നുമില്ലല്ലോ. എന്തെങ്കിലും പ്രശ്നങ്ങൾ അതിലുണ്ടോ? ഇല്ല എന്ന് പ്രതീക്ഷിക്കണോ? ഓക്കെ, സോ ഫീൽഡ് എന്താണെന്ന് അറിയാം. ഇറ്റ് ഇസ് എ സ്പേസ് അറൌണ്ട് എ ചാർജ് where its electric force can be experienced. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിന്റെ ഡെഫിനേഷൻ ആ ചോദിച്ചതെങ്കിലോ, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് എ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റത്തെ ഫീൽഡ് അത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഈസ് ദ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് പ്ലേസ്ഡ് അറ്റ് ദ റിക്വയർഡ് പോയിന്റ്. ഓക്കെ, ഏത് പോയിന്റത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണോ കാണേണ്ടത് അവിടെ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് കൊണ്ടുപോയി വെക്കുക. അങ്ങനെ കൊണ്ടുപോയി വെക്കുമ്പോൾ അതിൽ കിട്ടുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുക? ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് വിളിക്കുക. കൃത്യമായിട്ട് ഐഡിയ കിട്ടിയോ? പ്രശ്നമൊന്നുമില്ലല്ലോ പറഞ്ഞത്. സോ ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇറ്റ്സ് എ വെരി വെരി സിമ്പിൾ ടോപ്പിക്.
അല്ലെ എന്ന് പറഞ്ഞാൽ പേര് തന്നെ ഉത്തരമുണ്ട്. ഫീൽഡ് എന്ന് പറഞ്ഞാൽ സ്പേസ് ആണ്. സോ ഇലക്ട്രിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്ന സ്പേസ്, അതിനെയാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിളിക്കുക. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറിയാം. സർ, ഞങ്ങൾക്ക് പുതിയൊരു ഇക്വേഷൻ കിട്ടി, E = F/Q. അടുത്ത ചോദ്യം വരില്ലേ, എന്തായിരിക്കും അതിന്റെ യൂണിറ്റ്? വളരെ സിമ്പിൾ അല്ലേ? E എന്നുള്ളതിന്റെ യൂണിറ്റ് വരിക എന്തായിരിക്കും? കഴിഞ്ഞ ടോപ്പിക്കില് ഞാൻ എന്താണ് ചോദിച്ചത് അസൈൻമെന്റ് ആയിട്ട്? ഡയമെൻഷൻ ഓഫ് എപ്സിലോൺ. കഴിഞ്ഞ വീഡിയോ അല്ലേ? ഇവിടെ യൂണിറ്റ് എന്താണ് കണ്ടുപിടിക്കാൻ നിങ്ങളെ ഏൽപ്പിക്കണം. Okay, so your first assignment, what is the unit of electric field? Clear ആയില്ലേ? Assignment number 1, find the unit of electric field. അത് നിങ്ങൾക്കൊരു സിമ്പിൾ അസൈൻമെന്റ് ആണ്. അസൈൻമെന്റ് ശരിക്കും വിളിക്കാനേ പാടില്ല, അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു അസൈൻമെന്റ് ആണ് നിങ്ങൾക്ക് തന്നത്. ഓക്കെ, ഇനി ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയമെൻഷൻ ഞാൻ ചെയ്യാം. ഒരു കാരണമുണ്ട്, യൂണിറ്റ് നിങ്ങൾക്ക് തന്ന് ഡയമെൻഷൻ ഞാൻ ചെയ്യാൻ. അതിലൊരു തെറ്റ് വരുത്താൻ സാധ്യത ഉണ്ട്, അതുകൊണ്ടാണ്. ഫോഴ്സിന്റെ ഡയമെൻഷൻ നമുക്കറിയാലോ, mL(T⁻²) ബൈ ചാർജിന്റെ ഡയമെൻഷൻ AT. ഓക്കെ, ഈ ചെയ്തതൊക്കെ കറക്റ്റോ, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇനി എന്ത് ചെയ്യും? M എഴുതും, L എഴുതും, ഈ T മുകളിലേക്ക് കൊണ്ടുപോകുമ്പോ T⁻³ എന്ന് എഴുതും. ഓക്കെ, പിന്നെ സംഭവിക്കുക എന്താ വെച്ചാൽ അത്രയും നേരമുള്ള കോൺസെൻട്രേഷൻ ആണ് പോകുന്നതാണ്, പെട്ടെന്ന് അതാണ് നഷ്ടപ്പെട്ടു പോകും. പകരം ചെയ്യുക, ഈ A എന്നുള്ളത് അതേപോലെ ഇവിടെ എഴുതി വെക്കും, കിട്ടാനുള്ള മാർക്ക് പോയി കിട്ടും. ഓക്കെ, പകരം A മുകളിലേക്ക് കൊണ്ടുപോകുമ്പോ Aക്ക് എന്ത് വരണം? A⁻⁻1. സോ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയമെൻഷൻ mL(T⁻³ A⁻⁻1. ലോജിക് ക്ലിയർ അല്ലേ? ഇനി ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കിട്ടണം. ഈ ഡയറക്ഷൻ കിട്ടണം എന്ന് പറഞ്ഞാലേ ഇലക്ട്രിക് ഫീൽഡ് എന്ത് ക്വാണ്ടിറ്റി ആവും? സ്കേലാർ ക്വാണ്ടിറ്റി ആവോ വെക്ടർ ക്വാണ്ടിറ്റി ആവോ? ഒരു സംശയമില്ല, ഇലക്ട്രിക് ഫീൽഡ് വെക്ടറാ. കാരണം ഫോഴ്സ് വെക്ടർ അല്ലേ, ഫോഴ്സ് ബൈ ചാർജിനല്ലേ ഫീൽഡ് എന്ന് വിളിച്ചേ. സോ ഫോഴ്സ് വെക്ടർ ആവുകൊണ്ട് ഫീൽഡും എന്ത് ക്വാണ്ടിറ്റി ആണ്? വെക്ടർ ക്വാണ്ടിറ്റി ആണ്. വെക്ടർ ആണെങ്കിൽ ക്വാണ്ടിറ്റിക്ക് എന്തുണ്ടാവണം? ഡയറക്ഷൻ ഉണ്ടാവണം, നിർബന്ധ. ശരിയല്ലേ? ഓക്കെ, അപ്പോ ഈ ഇലക്ട്രിക് ഫീൽഡിന് ഡയറക്ഷൻ ഉണ്ടാവും. ഈ എഴുതിയത് സ്കേലാർ ആട്ടോ, വെക്ടർ അല്ല. വെക്ടർ ആയിട്ട് നമുക്ക് എഴുതാം പിന്നീട്. ഓക്കെ, സോ ഇലക്ട്രിക് ഫീൽഡിന് ഡയറക്ഷൻ ഉണ്ടാവും, അത് ഉറപ്പായി. ഒരു പോസിറ്റീവ് പ്ലേറ്റ്, ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെ കിട്ടാന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒപ്പിക്കണ ഒരു തരികിട മെത്തേഡ്. ഇത് നെഗറ്റീവ് പ്ലേറ്റ്, ഇത് പോസിറ്റീവ് പ്ലേറ്റ്, ഇത് നെഗറ്റീവ് പ്ലേറ്റ്. ഓക്കെ, ഇതിന്റെ ഉള്ളിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കിട്ടാൻ നമ്മൾ ഒരു ടെസ്റ്റ് ചാർജ് കൊണ്ടുപോയി വെക്കണം. ടെസ്റ്റ് ചാർജ് ഈസ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. സോ ഇവിടെ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെച്ചാൽ എന്താ സംഭവിക്കുക? ഈ പോസിറ്റീവ് ഇയാളെ റിപ്പൽ ചെയ്യും, ഈ നെഗറ്റീവ് ഇയാളെ അട്രാക്ട് ചെയ്യും. സ്വാഭാവികമായിട്ടും ഇങ്ങനെയാണ് പോവാ. ഇവിടെ കൊണ്ടുപോയിട്ട് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെച്ചാലോ ഇങ്ങനെ വരാം, ഇവിടെ കൊണ്ട് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെച്ചാലോ ഇങ്ങനെ വരാം. ഓക്കെ, സോ എവിടുന്ന് എങ്ങോട്ടാ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ? ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. direction of electric field is from positive to negative. ഇനി തിരിച്ചു ചിന്തിക്കാം. ഇതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നെഗറ്റീവ് പ്ലേറ്റ് ആയിരിക്കും, ഇവിടെ പോസിറ്റീവ് പ്ലേറ്റ് ആയിരിക്കും. അപ്പോഴല്ലേ പോസിറ്റീവ് നെഗറ്റീവിക്കാണ് ഫീൽഡ് എന്ന് പറയാൻ പറ്റുക? സംശയമില്ലല്ലോ. ഓക്കെ, സോ ഇങ്ങനെ ഒരു ഇലക്ട്രിക് ഫീൽഡ് നിങ്ങൾക്ക് തന്നാൽ അപ്പോൾ ഉറപ്പിച്ചോളാം ഈ ഭാഗം പോസിറ്റീവ് ആണ്, ഈ പാർട്ട് നെഗറ്റീവ് ആണ്. സംശയമില്ലല്ലോ. ദ ഡിറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. വേണമെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടി മുകളിലേക്ക് കൊണ്ടുപോകാം അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട്. ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ്, ഓക്കെ, in an electric field, if a positive charge is placed, what is the direction of force and field? എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വന്നു വിചാരിക്കാം. ഓക്കെ, ഞാൻ ഇവിടെ ഇതിനെ മാറ്റാണ്, ഈ പറഞ്ഞ ഏരിയ മാത്രം സ്പെസിഫിക്കലി വെക്കാണ്, ബാക്കിയൊക്കെ മാറ്റാണ്. ഓക്കെ, ഇത് മാറ്റിയപ്പോ നമുക്കൊരു കാര്യം ഉറപ്പല്ലേ, ഇതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ.
ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടെ പറയാം. ഇഫ് എ പോസിറ്റീവ് ചാർജ് ഈസ് പ്ലേസ്ഡ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ്, വാട്ട് ഈസ് ദ ഡിറക്ഷൻ ഓഫ് ഫോഴ്സ് ആൻഡ് ഫീൽഡ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ ഒരു പോസിറ്റീവ് ചാർജ് ഇവിടെ വെച്ചാൽ ഇയാൾ എങ്ങോട്ടാ പോവാ? ഒരു സംശയമില്ല, നെഗറ്റീവിന്റെ അടുത്തേക്ക്. നെഗറ്റീവിന്റെ അടുത്തേക്ക് പോവാനുള്ള കാരണം എന്താണ്? ക്ലിയർ ആണല്ലോ. നെഗറ്റീവ് അതിനെ പിടിച്ച് വലിക്കൊണ്ടാണ്. വലിക്കുക എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് അല്ലേ ഫോഴ്സ് അപ്ലൈ ചെയ്യാന്നുള്ളത്. സോ ഇതല്ലേ ഫോഴ്സിന്റെ ഡയറക്ഷൻ. ഇനി ചിന്തിച്ചു നോക്കൂ. when a positive charge is placed in an electric field, force and field will be in the same direction. If a negative charge is placed in an electric field, എങ്ങട്ടാ നെഗറ്റീവ് ചാർജ് പോവാ? ഞങ്ങൾക്ക് അറിയാം സർ, ഒരു സംശയമില്ല, പോസിറ്റീവിന്റെ അടുത്തേക്ക്. കാരണം അങ്ങട്ടാണ് ഫോഴ്സ്. സോ ഇതാണ് ഫോഴ്സിന്റെ ഡയറക്ഷൻ. If a negative charge is placed in an electric field, force and field will be in the opposite direction. Force and field will be in the opposite direction. പറഞ്ഞ ഐഡിയ കൃത്യമായിട്ട് മനസ്സിലായോ? സോ നമുക്ക് ഡിറക്ഷൻ ഓഫ് ഫീൽഡ് അറിയാം. പോസിറ്റീവ് ചാർജിനെ ഫീൽഡിൽ വെച്ചാൽ ഫോഴ്സ് ആൻഡ് ഫീൽഡ് വിൽ ബി ഇൻ ദ സെയിം ഡിറക്ഷൻ. ഇഫ് എ നെഗറ്റീവ് ചാർജ് ഈസ് പ്ലേസ്ഡ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ്, ഫോഴ്സ് ആൻഡ് ഫീൽഡ് വിൽ ബി ഇൻ ദ ഓപ്പോസിറ്റ് ഡിറക്ഷൻ. അത്രയും പറഞ്ഞ കാര്യം കൃത്യമായിട്ട് മനസ്സിലായോ? സംശയമൊന്നുമില്ലല്ലോ ആ പറഞ്ഞേ. ഇനി നേരത്തെ പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞ വെക്ടർ ആണ്, പക്ഷെ ഈ ക്വാണ്ടിറ്റി സ്കേലർ ആണ്. അതെങ്ങനെ നമ്മൾ വെക്ടർ ആയിട്ട് എഴുതുക? ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരു സ്കേലാറിനെ വെക്ടർ ആക്കി മാറ്റാൻ യൂണിറ്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സ്കേലാറിനെ വെക്ടർ ആക്കി മാറ്റാൻ യൂണിറ്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, സോ E എന്ന് പറഞ്ഞാൽ 1/4 pi epsilon 0 q divided by r square. ഇത് സ്കേലാർ. ഇത് വെക്ടർ ആക്കണമെങ്കിൽ ഇവിടെ യൂണിറ്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്കറിയാലോ യൂണിറ്റ് വെക്ടർ ഈസ് വെക്ടർ r divided by modulus r. Okay, so E equal to 1/4 pi epsilon 0 q divided by r cube into vector r. സർ ഞങ്ങൾക്ക് മനസ്സിലായില്ല, എന്താ കാട്ടിയേ? ഒരു ബുദ്ധിമുട്ടുമില്ല. യൂണിറ്റ് വെക്ടർ ആർ ക്യാപ് എന്ന് പറഞ്ഞാൽ വെക്ടർ ആർ ഡിവൈഡഡ് ബൈ മോഡുലസ് ആർ ആണ്. അപ്പൊ ഈ ആർ ക്യാപിന്റെ സ്ഥാനത്ത് നമ്മൾ എന്താ കൊടുക്കണ്ടേ? വെക്ടർ ആർ ഡിവൈഡഡ് ബൈ മോഡുലസ് ആർ. ആർ സ്ക്വയർ ഇൻറ്റു ആർ, ആർ ക്യൂബ്. ഇവിടെ എഴുതേണ്ട വെക്ടർ ആർ ഇവിടെ എഴുതിയിട്ടുണ്ട്. ക്ലിയർ ആണോ? ഇനി സൂപ്പർ പൊസിഷൻ എന്ന് പറഞ്ഞ സംഭവം ഫോഴ്സിൽ വർക്ക് ചെയ്ത് അതേപോലെ എവിടെയും വർക്ക് ചെയ്യും, ഫീൽഡിലും വർക്ക് ചെയ്യും. എങ്ങനെയായിരിക്കും അതുണ്ടാവുക? കുറെ ചാർജുകൾ ഉണ്ട്. Q1, Q2, Q3, Q4 ഇങ്ങനെ കുറെ ചാർജുകൾ ഉണ്ട്. Q5. ഇതിന്റെ സെന്ററത്തെ ഒരു പോയിന്റിലെ ഫീൽഡാണ് കണ്ടുപിടിക്കണേ. ഈ ഡിസ്റ്റൻസിനെ R1 എന്ന് വിളിക്കുക, ഈ ഡിസ്റ്റൻസിനെ R2 എന്ന് വിളിക്കുക. ഇത് Q3 ആണ്. ഈ ഡിസ്റ്റൻസ് R3, ഈ ഡിസ്റ്റൻസ് R4, ഈ ഡിസ്റ്റൻസ് R5. Then total field കണ്ടൂടെ? It's your next assignment. Okay, what is the total field at this point due to these charges? Okay, അങ്ങനെ വന്നാൽ n പാർട്ടിക്കിൾ സിസ്റ്റത്തിന്റെ ഫീൽഡ് നിങ്ങൾക്ക് എഴുതിക്കൂടെ? സിഗ്മ i ഈക്വൽ ടു 1 to n എഴുതിയിട്ടായിരിക്കും നമ്മളത് എഴുതുക. ഈ രണ്ട് കാര്യങ്ങൾ എഴുതലാണ് നിങ്ങൾക്കുള്ള രണ്ടാമത്തെ അസൈൻമെന്റ്. ഈ പറഞ്ഞത് വരെ കൃത്യമായിട്ട് മനസ്സിലായോ? സംശയമൊന്നുമില്ലല്ലോ? ഓക്കെ, NCERT കൊടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കയറാം. There are two plates separated by a distance of 1.5 centimeter. Okay, an electron is placed in between these two plates. The electric field in the region is 2 into 10 raised to 4 Newton per coulomb. Find the time taken by the electron to travel from negative plate to positive plate, or find the time taken to travel the electron in between the plates. Okay, idea clear alle? Ini oru question kudiyum adinte koode undu. The charge is proton and the field is reversed, so the proton move downwards.
Find the time taken by the proton to travel in between the plates. രണ്ടും ചോദ്യം ഒന്ന് തന്നെയാണ്. ഇലക്ട്രോൺ താഴേക്ക് പോകണമെങ്കിൽ ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവും വേണ്ടേ? പ്രോട്ടോൺ ആണെങ്കിലോ ഇങ്ങനെ വെച്ചുകൊടുത്താൽ നെഗറ്റീവിന്റെ മുകളിലേക്ക് പോവല്ലേ ചെയ്യാം. സ്വാഭാവികമായിട്ടും പ്രോട്ടോൺ ആണെങ്കിൽ ഫീൽഡ് റിവേഴ്സ് ചെയ്യണം. അത്രേ ഉള്ളൂ, വേറെ ഐഡിയാസ് ഒന്നും അതിലില്ല. ഓക്കെ, ഇനി ഇയാള് താഴേക്ക് പോരാണ്. നമുക്കറിയാലോ ടൈം ടേക്കൺ കാണാനുള്ള ഇക്വേഷൻ h ഈക്വൽ ടു ഹാഫ് AT². അപ്പോ ടി എന്ന് പറഞ്ഞ എന്താ വരിക? √2h/a. ആക്സിലറേഷൻ എവിടുന്നാ കിട്ടുക? ആക്സിലറേഷൻ കിട്ടാൻ എളുപ്പല്ലേ? എങ്ങനെയാ? F is equal to QE and F is equal to ma. അപ്പോ ആക്സിലറേഷൻ എന്താ വരിക? QE divided by m. ഇത് ഇലക്ട്രിക് ഫോഴ്സ്, ഇത് മെക്കാനിക്കൽ ഫോഴ്സ്. സോ രണ്ട് ഫോഴ്സ് ആണല്ലോ. QE ഈക്വൽ ടു ma. അപ്പൊ a എന്നുള്ളതിന്റെ ആൻസർ നമുക്ക് എന്താ കിട്ടുക? QE divided by m. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. T ഈക്വൽ ടു √2h divided by QE by m. ഇങ്ങനെയാണ് കിട്ടുക. 2hm divided by QE. എല്ലാ ക്വാണ്ടിറ്റിയും നമുക്ക് തന്നിട്ടുണ്ട്. E നമുക്കറിയാം, h നമുക്കറിയാം. ഇനി മാസ് ഓഫ് ഇലക്ട്രോൺ 9.1 into 10⁻⁻31 kilogram. Mass of proton 1.6 into 10⁻⁻27 kilogram -27. ഓക്കെ, തെറ്റിക്കരുത്, സംഖ്യ മാറിയ മൊത്തം പ്രോബ്ലം തെറ്റും. Then charge of electron charge of proton സെയിം ആണ്, നമുക്കറിയാം 1.6 into 10⁻⁻19 കൂളം. സംശയമില്ലല്ലോ. ഇത്രയും ക്വാണ്ടിറ്റി അറിയാമെങ്കിൽ നമുക്ക് രണ്ടിന്റെ ആൻസർ കിട്ടില്ലേ? ഈ വാല്യൂസ് ഒക്കെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇലക്ട്രോണിന്റെ കേസിലാണെങ്കിൽ നിങ്ങൾക്ക് സമയം കിട്ടും 2.9 into 10⁻⁻9 സെക്കൻഡ് ആയിരിക്കും കിട്ടുക. അതിന് ബുദ്ധിമുട്ടില്ല, NCERT-യിലെ വർക്ക് ഡൗട്ട് ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, ദെൻ പ്രോട്ടോണിന്റെ കേസിലാണെങ്കിൽ ടൈം കിട്ടുക 1.3 into 10⁻⁻7 സെക്കൻഡ്. എന്റെ ആവശ്യമില്ലല്ലോ. ഈ വാല്യൂസില് നമ്മൾ അല്ലെങ്കിൽ ഈ ഇക്വേഷനിൽ നമ്മൾ കൃത്യമായിട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വളരെ ഈസി ആയിട്ട് നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. h അറിയാം, m അറിയാം, q അറിയാം, e അറിയാം. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് ദീസ് ടു ആൻസേഴ്സ്. ഇങ്ങനെയാണ് നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ, ഇനി ഇവിടുന്ന് പുതിയൊരു ലോജിക്കും കൂടി കിട്ടുവേ. ഇങ്ങനെയുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡ് മുകളിലേക്കാണ് ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യണത് എന്ന് പറഞ്ഞാൽ ഈ പ്ലേറ്റ് പോസിറ്റീവ്, ഈ പ്ലേറ്റ് നെഗറ്റീവ്. ഇതിൻ്റെ ഉള്ളില് ഒരു ചാർജിനെ നമ്മൾ ബാലൻസ് ചെയ്ത് നിർത്തി. എപ്പോഴായിരിക്കും ആ ചാർജ് ബാലൻസ് ചെയ്ത് നിൽക്കുക? വെരി സിമ്പിൾ. മുകളിലേക്കുള്ള ഫോഴ്സ് QE, താഴേക്കുള്ള ഫോഴ്സ് mg. സോ ഇയാള് ബാലൻസിൽ നിൽക്കണമെന്ന് പറഞ്ഞാൽ ഏത് സമയത്ത് ബാലൻസിൽ നിൽക്കും? QE ഈക്വൽ ടു mg വരുമ്പോ ഈ സമയത്താണ് ഈ ചാർജ് എന്ത് ചെയ്യുക? ബാലൻസിൽ നിൽക്കുക. പറഞ്ഞതിന് സംശയമില്ലല്ലോ. സോ ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ളതിനെ പറ്റി കൃത്യമായ ഒരു ഡാറ്റ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഇങ്ങനെയുള്ള ഒരു ഷേപ്പ് നിങ്ങൾ എന്തോ പേരൊക്കെ വിളിക്കാറുണ്ട്, ഹെക്സഗൺ, റെഗുലർ ഹെക്സഗൺ. ഇതില് ഇവിടൊക്കെ Q എന്നുള്ള ചാർജ് ഉണ്ട്, ഇവിടൊക്കെ Q എന്നുള്ള ചാർജ് ഉണ്ട് എന്ന് പറഞ്ഞ 5 charges each of charge Q are placed at the corners of a regular hexagon. Find the field at the center. Find the field at the center. Okay. അയ്യോ സർ, ഒരു കോർണറിലെ ചാർജ് വിട്ടിട്ടുണ്ടല്ലോ. ഉണ്ടോ? ഒരു കോർണറിലെ ചാർജ് വിട്ടിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എങ്ങനെ വന്നേ? ഞാൻ എന്താ ചെയ്യാ? ഈ കോർണറിൽ ചാർജ് ഇല്ല, സംശയമില്ല, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നെ. ഇനി ആലോചിച്ച് നോക്കൂ. 1 2 3 4 5. ഈ ഒന്നാമത്തെ ചാർജ് കാരണം ഇവിടെയുള്ള ഫീൽഡ് കിട്ടണമെങ്കിൽ അവിടെ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് കൊണ്ടുപോയി വെക്കണം.
അങ്ങനെ വെച്ചാൽ ഇതിന്റെ ഫീൽഡ് നേരെ താഴേക്കാവില്ലേ? 4ന്റെ ചാർജ് നേരെ മുകളിലേക്കാവില്ലേ? 2ന്റെ ചാർജ് ഇങ്ങനെ വരും, 5ന്റെ ചാർജ് നേരെ ഓപ്പോസിറ്റ് വരും, 3ന്റെ ചാർജ് ഇങ്ങോട്ട് വരും. ഇതിന് ഓപ്പോസ് ചെയ്യാൻ ഇവിടെ ചാർജ് ഇല്ല. സോ ഇത് രണ്ടും ക്യാൻസൽ ചെയ്യും, ഇത് രണ്ടും ക്യാൻസൽ ചെയ്യും. ബാക്കി ഈ ഫീൽഡ് മാത്രം എക്സിസ്റ്റ് ചെയ്യും. ഒരു ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് കുറെ ഇക്വലാട്രൽ ട്രയാങ്കിൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഓക്കെ, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ, അടുത്ത ട്രയാങ്കിൾ, അടുത്ത ട്രയാങ്കിൾ, ഇങ്ങനെ കുറെ ഇക്വലാട്രൽ ട്രയാങ്കിൾ. ഞാൻ വരച്ചത് ശരിയല്ല കേട്ടോ, ഇതിലാണെങ്കിൽ കുറച്ചും കൂടി വൃത്തിയായിട്ട് വരയ്ക്കാം. താഴെ വരച്ചപ്പോൾ അത് മാറിയിട്ടുണ്ട്, കാരണം എന്റെ സെന്റർ മാറിപ്പോയതുകൊണ്ടാണ്. ഓക്കെ, സോ ഒരു ഹെക്സഗണിനെ അങ്ങനെ ശരിയാവില്ലല്ലോ, നേരെ വരയ്ക്കാം. ഇങ്ങനെയുള്ള ഒരു ഹെക്സഗൺ ആണ് വിചാരിക്കാം. ഓക്കെ, ശരിയായില്ല. സോ ഇവിടെ വരയ്ക്കാം. ഇങ്ങനെ ഉള്ള ഒരു ഹെക്സഗൺ ആണെങ്കിൽ ഇതില് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരും, അടുത്തത് വരും, അടുത്തത് വരും, അടുത്തത് വരും, അടുത്തത് വരും. ഈ ട്രയാങ്കിൾസ് ഒക്കെ ഇക്വലാട്രൽ ട്രയാങ്കിൾ ആണ്. ഇക്വലാട്രൽ എന്നുള്ളതിന്റെ അർത്ഥം നമുക്കറിയാലോ, എല്ലാ സൈഡും 6 ആണ്. സ്വാഭാവികമായിട്ടും ഇത് 6 ആണെങ്കിൽ ഈ ഡിസ്റ്റൻസും അല്ലെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്ത് തന്നെയാണ്? 6 തന്നെയാണ്. സോ ഫീൽഡ് എത്രയെന്ന് ചോദിച്ചാൽ 1/4πε0 Q ഡിവൈഡഡ് ബൈ r². ഐഡിയ ക്ലിയർ അല്ലേ? പ്രശ്നമൊന്നും ഇല്ല എന്ന് പ്രതീക്ഷിക്കണോ? ഓക്കെ, നമ്മളുടെ ശരിയാവാത്ത ഹെക്സഗൺ ഞാൻ മായ്ച്ചു കളയണോ? ഈ ലോജിക് ക്ലിയർ ആയിട്ടുണ്ടാവും. ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടെ പറയാം. 5 charges each of Q are placed at the corners of a regular hexagon. Find the field at the center. Answer is 1/4πε0 Q divided by r². ലോജിക് ക്ലിയർ ആണല്ലോ? ഇതിന്റെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ അടുത്ത ന്യൂമറിക്കൽ പാർട്ടിൽ നമ്മൾ കൂടുതലായിട്ട് ചെയ്യും. സോ ഫീൽഡ് എന്നുള്ളതിനെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ആൻഡ് ദ നെക്സ്റ്റ് ടോപ്പിക് ഇറ്റ് ഈസ് ഇലക്ട്രിക് ഡൈപോൾ. ഇലക്ട്രിക് ഡൈപോൾ. ഓക്കെ, ആ പേര് തന്നെ ഉത്തരണ്ട്. ഡൈ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം 2, പോൾ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിസത്തിലാണെങ്കിൽ നോർത്ത് പോളും സൗത്ത് പോളും. അപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക്സിലാണെങ്കിലോ പോസിറ്റീവ് ചാർജ് ആൻഡ് നെഗറ്റീവ് ചാർജ്. സോ ഡൈപോൾ ഇങ്ങനെയാണ് നമ്മൾ പറയാ, 2 equal and opposite charges separated by a small distance is called electric dipole. 2 equal and opposite charges separated by a small distance is called electric dipole. 2 equal and opposite charges ഒരു ചെറിയ ഡിസ്റ്റൻസിൽ 1 മൈക്രോമീറ്റർ വരാം, 1 നാനോമീറ്റർ വരാം, അങ്ങനെ വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുക? ഒരു ഇലക്ട്രിക് ഡൈപോൾ എന്ന് വിളിക്കാം. ഓക്കെ, 2 equal and opposite charges separated by a small distance is called dipole. ഈ ഡിസ്റ്റൻസ് 2a എന്നാണ് പറയാ. സോ സെന്ററിൽ നിന്ന് ഒരു ചാർജിലേക്കുള്ള ഡിസ്റ്റൻസ് a ആയിരിക്കും. സെന്ററിൽ നിന്നും ഒരു ചാർജിലേക്കുള്ള ഡിസ്റ്റൻസ് പറഞ്ഞ ക്വാണ്ടിറ്റി a ആണ് വരിക. ഓക്കെ, സോ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജസ് വിൽ ബി 2a. ഡൈപോൾ എന്താന്ന് ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. 2 ചാർജുകൾ തൊട്ടടുത്ത് കൊണ്ടുപോയി വെച്ചിട്ട് നമുക്കൊരു ഡൈപോൾ ഉണ്ടാക്കൽ പ്രാക്ടിക്കൽ അല്ല. പക്ഷേ നമ്മളുടെ ദൈവം ഒരുപാട് ഡൈപോളുകൾ ഭൂമിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ ആറ്റങ്ങളും ഡൈപോളുകളല്ലേ? ന്യൂക്ലിയസിൽ പോസിറ്റീവ് ചാർജ്, പുറത്ത് നെഗറ്റീവ് ചാർജ്. അപ്പോ ഡൈപോൾ എന്നുള്ളതിനെ പറ്റി നമുക്കറിയാം, പ്രശ്നമൊന്നുമില്ല. 2 equal and opposite charges separated by a small distance is called electric dipole. ഡൈപോളിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ആണ് ഡൈപോൾ മൊമെന്റ്. ഡൈപോൾ മൊമെന്റ് അതിനെ ഡിനോട്ട് ചെയ്യുക P എന്നുള്ള ലെറ്ററിലാണ്. ഓക്കെ, ഡൈപോൾ മൊമെന്റിനെ ഡിനോട്ട് ചെയ്യുക P എന്നുള്ള ലെറ്ററിലാണ്. ഇതാണ് ഡൈപോൾ മൊമെന്റിന്റെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ അറിയുന്ന കുട്ടിക്ക് ഡൈപോൾ മൊമെന്റ് സുഖമായിട്ട് പറയാൻ പറ്റും. ഡൈപോൾ മൊമെന്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് magnitude of one of the charges and distance between the charges. Dipole moment is the product of magnitude of one of the charges and distance between the charges.
പറഞ്ഞ ഐഡിയ ക്ലിയർ അല്ലേ? ഡൈപോൾ മൊമെന്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ ഓഫ് ദി ചാർജസ് ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജസ്. ഓക്കെ, ഡൈപോൾ മൊമെന്റിന്റെ ഈ മൊമെന്റ് എന്ന് പറഞ്ഞ എന്താ? റൊട്ടേറ്റ് ചെയ്യാനുള്ള എബിലിറ്റിയാണ്. ഓക്കെ, റൊട്ടേറ്റ് ചെയ്യാൻ. ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ നമ്മൾ പറയാ ഇലക്ട്രിക് ഫീൽഡിന് അഗെയിൻസ്റ്റ് ആണ്. -q to +q. ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ -q-വിൽ നിന്നും +q-വിലേക്കാണ്. ഓക്കെ, എന്തായിരിക്കും ഡൈപോൾ മൊമെന്റിന്റെ യൂണിറ്റ്? യൂണിറ്റ് ഓഫ് ഡൈപോൾ മൊമെന്റ് ഈസ് 2a മീറ്റർ, then കൂളം. ഓക്കെ, കൂളം മീറ്റർ അല്ലെങ്കിൽ മീറ്റർ കൂളം. ഓക്കെ, രണ്ടും എഴുതാം. കൂളം മീറ്റർ, ഇതാണ് അതിന്റെ യൂണിറ്റ് വരിക. ഓക്കെ, ഡിബായ് എന്ന് പറഞ്ഞിട്ടൊരു യൂണിറ്റ്, ഇതിന് നമ്മൾ ചിലപ്പോ മുന്നേ കെമിസ്ട്രിയിൽ കേൾക്കാൻ സാധ്യത ഉണ്ട്. സോ ഡൈപോൾ മൊമെന്റിന്റെ യൂണിറ്റ് ഡിബായ് ആണ്, അല്ലെങ്കിൽ കൂളം മീറ്റർ. ഡയമെൻഷൻ ഓഫ് ഈസി അല്ലേ? ATL. ഇതാണ് ഡൈപോൾ മൊമെന്റിന്റെ ഡയമെൻഷൻ. സോ യൂണിറ്റ് അറിയാം, ഡയമെൻഷൻ അറിയാം. ലോജിക് കൃത്യമായിട്ട് മനസ്സിലായോ? സംശയമൊന്നുമില്ലല്ലോ പറഞ്ഞേ? ഓക്കെ, ഇലക്ട്രിക് ഡൈപോൾ നമുക്കറിയാം, ഡൈപോൾ മൊമെന്റും അറിയാം, അതിന്റെ യൂണിറ്റ് അറിയാം, അതിന്റെ ഡയമെൻഷൻ അറിയാം. കൃത്യമായിട്ട് ലോജിക് കിട്ടിയോ? ഓക്കെ, ഇനി ഇതിൽ മുന്നേ കണ്ട ഒരു ക്വസ്റ്റ്യൻ, ഇങ്ങനെയുള്ള ആക്സിസ്, ഇവിടെ -2q എന്ന് പറഞ്ഞ ചാർജ്, ഇവിടെ q at the point A0, ഇവിടെ +q 0a. ഇങ്ങനെയാണല്ലോ നമ്മൾ സാധാരണ പോയിന്റ് മാർക്ക് ചെയ്യാം. ഒന്ന് 0a ആണ്, അടുത്ത എന്താണ്? A0. ലോജിക് ക്ലിയർ അല്ലേ? പ്രശ്നമൊന്നുമില്ല എന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ, സോ ഈ ഫിഗർ കൃത്യമായിട്ടൊന്ന് നോക്കൂ. ഈ സിസ്റ്റത്തിന്റെ ഡൈപോൾ മൊമെന്റ് കണ്ടെത്താനാണ് നമ്മളോട് ആവശ്യപ്പെട്ടത്. ഓക്കെ സർ, ഇതിലെവിടെയാ ഡൈപോൾ? ഇത് +q ആണ് കേട്ടോ. ഈ ചാർജ് +q ആണ്. ഈ സിസ്റ്റത്തിൽ എവിടെയാ ഡൈപോൾ? ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. ഈ -q എന്നുള്ളതിനെ, -2q എന്നുള്ളതിനെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? -q. ആ സർ, ഇപ്പൊ ഡൈപോൾ ഉണ്ട്. ഇതൊരു ഡൈപോൾ ആണ്, ഇത് അടുത്ത ഡൈപോൾ ആണ്. സംശയമില്ലല്ലോ? ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ നെഗറ്റീവ് ടു പോസിറ്റീവ്. സോ ദിസ് ഈസ് 1p and this is another p. ഓക്കെ, രണ്ട് ഈക്വൽ വാല്യൂ ഉള്ള വെക്ടറുകൾ 90 ഡിഗ്രിയിൽ വന്നാൽ റിസൾട്ടന്റ് നമുക്കറിയാം അല്ലെ? അപ്പോ a എന്ന് പറഞ്ഞ വെക്ടറും 90 ഡിഗ്രിയിലാണെങ്കിൽ റിസൾട്ടന്റ് മസ്റ്റ് ബി √2a. അങ്ങനെ ആണെങ്കിൽ ഇത് p, ഇതും p. സോ റിസൾട്ടന്റ് ഡൈപോൾ മൊമെന്റ് ഷുഡ് ബി √2p എന്ന് പറഞ്ഞ റിസൾട്ടന്റ് ഡൈപോൾ മൊമെന്റ് ഈസ് √2 into q into a. കാരണം ഡിസ്റ്റൻസ് a അല്ലേ? ഇത് a0, ഇത് 0a. സോ ഈ ഡിസ്റ്റൻസ് a ആണ്, ഈ ഡിസ്റ്റൻസും a ആണ്. ഐഡിയ ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ ഡൈപോൾ, അതേപോലെ തന്നെ ഡൈപോൾ മൊമെന്റ്, ഇത്രയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇലക്ട്രിക് ഫീൽഡ്, അതിന്റെ സിഗ്നിഫിക്കൻസ്, ഡൈപോൾ ആൻഡ് ഡൈപോൾ മൊമെന്റ്. ഇതാണ് ഇന്നത്തെ ഗാർഡനിൽ നമ്മൾ സന്ദർശിച്ച് ഇന്നത്തെ ഗാർഡനിലെ കാഴ്ചകളും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ, സോ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, എന്റെ വീഡിയോ നല്ല സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇതിൽ തോന്നുന്ന സംശയങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. അതിന് കൃത്യമായ മറുപടി ഞാൻ തരുന്നതായിരിക്കും. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്.